പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: സെഫന്യാവ് ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 36-ാമത്തെ പുസ്തകം, 3 അധ്യായങ്ങൾ, 53 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഏത് യഹൂദ രാജാവിൻ്റെ കാലത്താണ് സെഫന്യാവ് പ്രവചിച്ചത്? ഉത്തരം: യോശിയാവ്. സെഫന്യാവ് 1-ാം അധ്യായം 1-ാം വാക്യം. ക്വസ്റ്റ്യൻ: ഹിസ്കിയാവിൻ്റെ 5-ാം തലമുറക്കാരനായ പ്രവാചകൻ? ഉത്തരം: സെഫന്യാ പ്രവാചകൻ. 1:1. ക്വസ്റ്റ്യൻ: സെഫന്യാവിൻ്റെ പിതാവ് ആര്? ഉത്തരം: കൂശി. ക്വസ്റ്റ്യൻ: യോശിയാവിൻ്റെ പിതാവ് ആര്? ഉത്തരം: ആമോൻ. ക്വസ്റ്റ്യൻ: കൂശിയുടെ പിതാവ് ആര്? ഉത്തരം: ഗദല്യാവ്. ക്വസ്റ്റ്യൻ: സെഫന്യാവ് ആരുടെ മകനായ അമര്യാവിൻ്റെ കൊച്ചുമകനായിരുന്നു? ഉത്തരം: ഹിസ്കിയാവ്. 1:1. ക്വസ്റ്റ്യൻ: സെഫന്യാവിൻ്റെ വല്യപ്പച്ചൻ ആര്? ഉത്തരം: ഗദല്യാവ്. ക്വസ്റ്റ്യൻ: ഞാൻ ഭൂതലത്തിൽ നിന്ന് സകലത്തെയും സംഹരിച്ചു കളയും എന്ന യഹോവയുടെ അരുളപ്പാട് പ്രസ്താവിച്ച പ്രവാചകൻ ആര്? ഉത്തരം: സെഫന്യാവ്. 1:2. ക്വസ്റ്റ്യൻ: യഹോവ ഭൂതലത്തിൽ നിന്നും ദുഷ്ടന്മാരോടു കൂടെ എന്തിനേയും സംഹരിക്കും? ഉത്തരം: ഇടർച്ചകൾ. 1:3. ക്വസ്റ്റ്യൻ: ആകാശത്തിലെ പറവജാതിയെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും ദുഷ്ടന്മാരോടുകൂടെ ഇടർച്ചകളെയും സംഹരിച്ചു കളയുന്നവനാര്? ഉത്തരം: യഹോവ. 1:3. ക്വസ്റ്റ്യൻ: ആരുടെ പേരിനെയാണ് പുരോഹിതന്മാരോടുകൂടെ ഛേദിച്ചു കളയുന്നത്? ഉത്തരം: പൂജാരികളുടെ. 1:4. ക്വസ്റ്റ്യൻ: യഹോവ കൈനീട്ടുന്നത് ഏതെല്ലാം പട്ടണത്തിന്മേലും അതിലെ സകല നിവാസികളുടെ മേലുമാണ്? ഉത്തരം: യഹൂദ, യെരുശലേം. 1:4. ക്വസ്റ്റ്യൻ: യഹോവ ഒരു സദ്യ ഒരുക്കി ക്ഷണിച്ചവരെ വിശദീകരിച്ചിരിക്കുന്നു. സദ്യ ഏത്? ഉത്തരം: യാഗസദ്യ. 1:7. ക്വസ്റ്റ്യൻ: യഹോവ എന്ത് ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശദീകരിച്ചിരിക്കുന്നു? ഉത്തരം: ഒരു യാഗസദ്യ. 1:7. ക്വസ്റ്റ്യൻ: യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നതിനാൽ യഹോവയുടെ മുമ്പിൽ എങ്ങനെയായിരിക്കണം? ഉത്തരം: മിണ്ടാതിരിക്കണം. 1:7. ക്വസ്റ്റ്യൻ: യഹോവയായ കർത്താവിൻ്റെ സന്നിധിയിൽ മിണ്ടാതിരിക്ക, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു എന്ന് പ്രവചിച്ചതാര്? ഉത്തരം: സെഫന്യാവ്. 1:7. ക്വസ്റ്റ്യൻ: യഹോവയുടെ യാഗസദ്യയുള്ള ദിവസത്തിൽ യഹോവ ആരെയെല്ലാമാണ് സന്ദർശിക്കുന്നത്? ഉത്തരം: പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും അന്യദേശ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും. 1:8. ക്വസ്റ്റ്യൻ: യഹോവയുടെ യാഗസദ്യയുള്ള ദിവസത്തിൽ ഉറക്കെയുള്ളൊരു നിലവിളി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഉത്തരം: മത്സ്യഗോപുരത്തിൽ നിന്ന്. 1:10. ക്വസ്റ്റ്യൻ: രണ്ടാമത്തെ നഗരാംശത്തിൽ നിന്ന് വരുന്നത് എന്ത് ശബ്ദമാണ്? ഉത്തരം: ഒരു മുറവിളി. 1:10. ക്വസ്റ്റ്യൻ: കുന്നുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു നാദം ഏത്? ഉത്തരം: ജഡജഡനാദം. 1:10. ക്വസ്റ്റ്യൻ: വ്യാപാരി ജനമൊക്കെയും നശിച്ചു പോയതുകൊണ്ട് ആരോടാണ് മുറയിടുവാൻ സെഫന്യാവ് പറഞ്ഞത്? ഉത്തരം: മക്തേഷ് നിവാസികളോട്. 1:11. ക്വസ്റ്റ്യൻ: സകല ദ്രവ്യവാഹകന്മാർക്കും എന്ത് സംഭവിച്ചു? ഉത്തരം: ഛേദിക്കപ്പെട്ടിരിക്കുന്നു. 1:11.
ക്വസ്റ്റ്യൻ: യഹോവ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുന്നതാരെ? ഉത്തരം: യെരുശലേമിനെ. 1:12. ക്വസ്റ്റ്യൻ: യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്നതാര്? ഉത്തരം: യെരുശലേമിലെ പുരുഷന്മാർ. 1:12. ക്വസ്റ്റ്യൻ: അവർ വീട് പണിയും, പാർക്കയില്ല താനും. അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും, വീഞ്ഞു കുടിക്കയില്ല താനും. ആരെക്കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: യെരുശലേം നിവാസികളെക്കുറിച്ച്. 1:13. ക്വസ്റ്റ്യൻ: യഹോവയുടെ ദിവസത്തിൽ കഠിനമായി നിലവിളിക്കുന്നത് ആര്? ഉത്തരം: വീരൻ. 1:14. ക്വസ്റ്റ്യൻ: യഹോവയുടെ ദിവസത്തിൽ വീരൻ എന്ത് ചെയ്യും? ഉത്തരം: കഠിനമായി നിലവിളിക്കും. 1:14. ക്വസ്റ്റ്യൻ: അത്യന്തം ബന്ധപ്പെട്ടു വരുന്നത് എന്ത്? ഉത്തരം: യഹോവയുടെ മഹാദിവസം. 1:14. ക്വസ്റ്റ്യൻ: യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകനാര്? ഉത്തരം: സെഫന്യാവ്. 1:14. ക്വസ്റ്റ്യൻ: യഹോവയുടെ മഹാദിവസം എങ്ങനെയായിരിക്കുമെന്നാണ് സെഫന്യാവ് പറയുന്നത്? ഉത്തരം: 1. ക്രോധ ദിവസം, 2. കഷ്ടവും സങ്കടവുമുള്ള ദിവസം, 3. ശൂന്യതയും നാശവുമുള്ള ദിവസം, 4. ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, 5. മേഘവും മൂടലും ഉള്ള ദിവസം, 6. കാഹളവും ആരവവും ഉള്ള ദിവസം. 1:14 മുതൽ 16 വരെ. ക്വസ്റ്റ്യൻ: യഹോവയോട് പാപം ചെയ്തതുകൊണ്ട് ആർക്കാണ് യഹോവ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം കഷ്ടത വരുത്തുന്നത്? ഉത്തരം: മനുഷ്യർക്ക്. 1:17. ക്വസ്റ്റ്യൻ: അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. ആരുടെ എന്ന്? ഉത്തരം: മനുഷ്യരുടെ. യഹോവയുടെ ക്രോധ ദിവസത്തിൽ. 1:17. ക്വസ്റ്റ്യൻ: യഹോവയുടെ ക്രോധ ദിവസത്തിൽ മനുഷ്യരുടെ എന്തിന് അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല? ഉത്തരം: വെള്ളിക്കും പൊന്നിനും. 1:18. ക്വസ്റ്റ്യൻ: സർവ്വഭൂമിയും അവൻ്റെ തീക്ഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും എന്ന് പറഞ്ഞ പ്രവാചകനാരെ? ഉത്തരം: സെഫന്യാവ്. 1:18. ക്വസ്റ്റ്യൻ: പതിർ പോലെ പാറിപ്പോകുന്നത് എന്ത്? ഉത്തരം: ദിവസം. 2:1. ക്വസ്റ്റ്യൻ: യഹോവയുടെ കോപദിവസം വരുന്നതിനു മുമ്പേ അന്വേഷിക്കേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെ? ഉത്തരം: 1. യഹോവയെ, 2. നീതിയെ, 3. സൗമ്യതയെ. 2:3. ക്വസ്റ്റ്യൻ: യഹോവയുടെ കോപദിവസത്തിൽ ഏതു പട്ടണമാണ് നിർജ്ജനമാകുന്നത്? ഉത്തരം: ഗസ്സ. 2:4. ക്വസ്റ്റ്യൻ: ഏത് പട്ടണമാണ് ശൂന്യമായി പോകുന്നത്? ഉത്തരം: അസ്കലോൻ. 2:4. ക്വസ്റ്റ്യൻ: യഹോവയുടെ കോപദിവസത്തിൽ ഗസ്സ നിർജ്ജനമാകും, ശൂന്യമായി തീരുന്നതെന്ത്? ഉത്തരം: അസ്കലോൻ. 2:4. ക്വസ്റ്റ്യൻ: മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയുന്ന പട്ടണം ഏത്? ഉത്തരം: അസ്തോദ്. 2:4. ക്വസ്റ്റ്യൻ: യഹോവയുടെ കോപദിവസത്തിൽ എക്രോന് നിർമൂലനാശം വരും, അസ്തോദിന് എന്ത് സംഭവിക്കും? ഉത്തരം: അസ്തോദിനെ മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയും. 2:4. ക്വസ്റ്റ്യൻ: യഹോവയുടെ വചനം വിരോധമായിരിക്കിയാൽ ഏത് നിവാസികളെയാണ് ഇല്ലാതാകും വണ്ണം നശിപ്പിക്കുന്നത്? ഉത്തരം: കനാൻ. 2:5. ക്വസ്റ്റ്യൻ: ഫെലിസ്ത്യദേശമായ കനാന് വിരോധമായിരിക്കുന്നത് എന്ത്? ഉത്തരം: യഹോവയുടെ വചനം. 2:5.
ക്വസ്റ്റ്യൻ സമുദ്രതീര നിവാസികൾ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ച്? ഉത്തരം ക്രേത്യജാതി. 2/5. ക്വസ്റ്റ്യൻ നിവാസികൾ ഇല്ലാതാകും വണ്ണം നശിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം ഫെലിസ്ത്യ ദേശമായ കനാനെ. 2/5. ക്വസ്റ്റ്യൻ ഇടയന്മാർക്ക് കുടിലുകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളുമുള്ള പുൽപ്പുറങ്ങളായിത്തീരുന്നത് എവിടം? ഉത്തരം സമുദ്രതീരം. 2/6. ക്വസ്റ്റ്യൻ അസ്കലോൻ വീടുകളിൽ അവർ വൈകുന്നേരത്ത് കിടന്നുറങ്ങും. ആര്? ഉത്തരം യഹൂദാഗൃഹം. 2/7. ക്വസ്റ്റ്യൻ യഹൂദാഗൃഹത്തിൽ ശേഷിച്ചവർ വൈകുന്നേരത്ത് എവിടെ കിടന്നുറങ്ങും? ഉത്തരം അസ്കലോൻ വീടുകളിൽ. 2/7. ക്വസ്റ്റ്യൻ തീരപ്രദേശം ആരുടെ ശേഷിപ്പിന് ആകും? ഉത്തരം യഹൂദാഗൃഹത്തിൻ്റെ. 2/7. ക്വസ്റ്റ്യൻ ദൈവമായ യഹോവ ആര് സന്ദർശിച്ചാണ് അവരുടെ സ്ഥിതി മാറ്റുന്നത്? ഉത്തരം യഹൂദാഗൃഹത്തിൻ്റെ. 2/7. ക്വസ്റ്റ്യൻ ഡാഷ് ധിക്കാരവും ഡാഷ് എൻ്റെ ജനത്തെ നിന്ദിച്ച് അവരുടെ ദേശത്തിന് വിരോധമായി വമ്പു പറഞ്ഞ ശകാരങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. ഉത്തരം മോവാബിൻ്റെ അമ്മോന്യർ. 2/8. ക്വസ്റ്റ്യൻ ഇസ്രായേൽ ജനത്തെ നിന്ദിച്ച് അവരുടെ ദേശത്തിന് വിരോധമായി ധിക്കാരം പറഞ്ഞതാര്? വമ്പു പറഞ്ഞതാര്? ഉത്തരം മോവാബ്, അമ്മോന്യർ. 2/8. ക്വസ്റ്റ്യൻ യഹോവയുടെ കോപദിവസത്തിൽ സോദോമെപ്പോലെ ആയിത്തീരുന്ന രാജ്യം ഏതാണ്? ഉത്തരം മോവാബ്. 2/9. ക്വസ്റ്റ്യൻ യഹോവയുടെ കോപദിവസത്തിൽ ഗൊമോറയെപ്പോലെ ആയിത്തീരുന്നതാരാണ്? ഉത്തരം അമ്മോന്യർ. 2/9. ക്വസ്റ്റ്യൻ സോദോമെപ്പോലെയും ഗൊമോറയെപ്പോലെയും തൂവക്കാടും ഉപ്പുപടനയും ശാശ്വത ശൂന്യവും ആയിത്തീരുന്നതെന്തെല്ലാം? ഉത്തരം മോവാബ്, അമ്മോന്യർ. 2/9. ക്വസ്റ്റ്യൻ ഇസ്രായേൽ ജാതിയിൽ ശേഷിച്ചിരിക്കുന്നവർ ആരുടെ ദേശത്തെയാണ് അവകാശമായി പ്രാപിക്കുന്നത്? ഉത്തരം മോവാബ്യരുടെയും അമ്മോന്യരുടെയും. 2/9. ക്വസ്റ്റ്യൻ സൈന്യങ്ങളുടെ യഹോവയുടെ ജനത്തോട് നിന്ദയും വമ്പും കാട്ടിയതാരെല്ലാമാണ്? ഉത്തരം മോവാബ്യരും അമ്മോന്യരും. 2/10. ക്വസ്റ്റ്യൻ യഹോവയുടെ വാളിനാൽ നിഹതന്മാർ ആയിത്തീർന്നതാരാണ്? ഉത്തരം കൂശ്യർ. 2/12. ക്വസ്റ്റ്യൻ യഹോവ വടക്കോട്ട് കൈനീട്ടി നശിപ്പിക്കുന്നത് ഏത് ദേശത്തെയാണ്? ഉത്തരം അശ്ശൂരിനെ. 2/13. ക്വസ്റ്റ്യൻ ഏത് ദേശത്തെയാണ് യഹോവ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവുമാക്കുന്നത്? ഉത്തരം നിനവയെ. 2/13. ക്വസ്റ്റ്യൻ അതിൻ്റെ നടുവിൽ ആട്ടിൻകൂട്ടങ്ങളും നാനാജാതി മൃഗങ്ങളും കിടക്കും. അതിൻ്റെ പോതികകളുടെ ഇടയിൽ വേഴാമ്പലും മുള്ളനും രാപ്പാർക്കും. ഏതിൻ്റെ? ഉത്തരം നിനവയുടെ. 2/14. ക്വസ്റ്റ്യൻ നിനവയുടെ പോതികകളുടെ ഇടയിൽ രാപ്പാർക്കുന്നത് എന്തെല്ലാം? ഉത്തരം വേഴാമ്പലും മുള്ളനും. 2/14. ക്വസ്റ്റ്യൻ ദേവദാരു കൊണ്ടുള്ള പണികൾ പറിച്ചു കളഞ്ഞതിനാൽ ശൂന്യത കാണുന്നതെവിടെ? ഉത്തരം ഉമ്മറപ്പടിക്കൽ. 2/14. ക്വസ്റ്റ്യൻ സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2 പക്ഷിനാമങ്ങൾ? ഉത്തരം 1 വേഴാമ്പൽ, 2 മുള്ളൻ. 2/14. ക്വസ്റ്റ്യൻ എന്ത് പറിച്ച് കളഞ്ഞിരിക്കയാലാണ് നിനവയുടെ ഉമ്മറപ്പടിക്കൽ ശൂന്യതയുണ്ടായത്?
ഉത്തരം ദേവദാരുപ്പണി 2:14. ക്വസ്റ്റ്യൻ: ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് നിർഭയം വസിച്ചിരുന്ന ഉല്ലസിത നഗരം ഏത്? ഉത്തരം നിനവേ 2:15. ക്വസ്റ്റ്യൻ: അതിനരികെ കൂടി പോകുന്ന ഏവനും ചൂള കുത്തി കൈ കുലുക്കും എന്ന് സെഫന്യാവ് പറഞ്ഞ നഗരമേത്? ഉത്തരം നിനവേ 2:15. ക്വസ്റ്റ്യൻ: മത്സരവും മലിനതയുമുള്ളതും പീഡിപ്പിക്കുന്നതുമായ നഗരമേത്? ഉത്തരം യെരുശലേം 3:1. ക്വസ്റ്റ്യൻ: അവൾ വാക്കുകേട്ടനുസരിച്ചിട്ടില്ല, പ്രബോധനം കൈക്കൊണ്ടിട്ടില്ല, യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല, തൻ്റെ ദൈവത്തോട് അടുത്തു വന്നിട്ടുമില്ല. ആര്? ഉത്തരം യെരുശലേം 3:2. ക്വസ്റ്റ്യൻ: ഗർജിക്കുന്ന സിംഹങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം യെരുശലേമിൻ്റെ പ്രഭുക്കന്മാരെ 3:3. ക്വസ്റ്റ്യൻ: വൈകുന്നേരത്തെ ചെന്നായ്ക്കൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം യെരുശലേമിൻ്റെ ന്യായാധിപതിമാരെ 3:3. ക്വസ്റ്റ്യൻ: അതിനകത്ത് അതിൻ്റെ പ്രഭുക്കന്മാർ ഗർജിക്കുന്ന സിംഹങ്ങൾ, അതിൻ്റെ ന്യായാധിപതിമാർ വൈകുന്നേരത്തെ ചെന്നായ്ക്കൾ. ഏതിൻ്റെ? ഉത്തരം യെരുശലേമിൻ്റെ 3:3. ക്വസ്റ്റ്യൻ: അതിൻ്റെ പ്രവാചകന്മാർ ലഘുബുദ്ധികളും വിശ്വാസപാതകന്മാരുമാകുന്നു. അതിൻ്റെ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി ന്യായപ്രമാണത്തെ ബലാത്കാരം ചെയ്തിരിക്കുന്നു. ഏതിൻ്റെ? ഉത്തരം യെരുശലേമിൻ്റെ 3:4. ക്വസ്റ്റ്യൻ: യെരുശലേമിൻ്റെ പ്രവാചകന്മാർ എങ്ങനെയുള്ളവരാണ്? ഉത്തരം ലഘുബുദ്ധികളും വിശ്വാസപാതകന്മാരും 3:4. ക്വസ്റ്റ്യൻ: യെരുശലേമിലെ പുരോഹിതന്മാർ എന്തിനെയാണ് അശുദ്ധമാക്കുന്നത്? ഉത്തരം വിശുദ്ധ മന്ദിരത്തെ 3:4. ക്വസ്റ്റ്യൻ: രാവിലെ രാവിലെ ന്യായത്തെ തെറ്റാതെ വെളിച്ചത്താക്കുന്നതാര്? ഉത്തരം യഹോവ 3:5. ക്വസ്റ്റ്യൻ: യഹോവ തൻ്റെ ന്യായത്തെ തെറ്റാതെ വെളിച്ചത്താക്കുന്നത് എപ്പോൾ? ഉത്തരം രാവിലെ രാവിലെ 3:5. ക്വസ്റ്റ്യൻ: നാണം എന്തെന്നറിഞ്ഞുകൂടാത്തതാർക്കാണ്? ഉത്തരം നീതികെട്ടവന് 3:5. ക്വസ്റ്റ്യൻ: ആരുടെ കൊത്തളങ്ങളാണ് ശൂന്യമായിരിക്കുന്നത്? ഉത്തരം ജാതികളുടെ 3:6. ക്വസ്റ്റ്യൻ: നീ എന്നെ ഭയപ്പെട്ട് പ്രബോധനം കൈക്കൊള്ളുക എന്ന് കൽപ്പിച്ചതാര്? ഉത്തരം യഹോവ 3:7. ക്വസ്റ്റ്യൻ: സർവ്വഭൂമിയും യഹോവയുടെ തീക്ഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും എന്ന് പ്രവചിച്ച പ്രവാചകൻ? ഉത്തരം സെഫന്യാവ് 3:8. ക്വസ്റ്റ്യൻ: സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏകമനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് എന്ത് നൽകുമെന്നാണ് പറയുന്നത്? ഉത്തരം നിർമ്മലമായുള്ള അധരങ്ങളെ 3:9. ക്വസ്റ്റ്യൻ: ഏത് നദികളുടെ അക്കരെ നിന്നാണ് യഹോവയുടെ നമസ്കാരികൾ ചിതറിപ്പോയവരുടെ സഭ വഴിപാട് കൊണ്ടുവരുന്നത്? ഉത്തരം കൂശ് 3:10. ക്വസ്റ്റ്യൻ: താഴ്മയും ദാരിദ്ര്യവുമുള്ള ജനം ശരണം പ്രാപിക്കുന്നത് എന്തിലാണ്? ഉത്തരം യഹോവയുടെ നാമത്തിൽ 3:12. ക്വസ്റ്റ്യൻ: എവിടെ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കയില്ല? ഉത്തരം ഇസ്രായേലിൽ 3:13. ക്വസ്റ്റ്യൻ: ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കയില്ല, ഭോഷ്കു പറയുകയുമില്ല എന്ന് പ്രവചിച്ചതാര്? ഉത്തരം സെഫന്യാവ് 3:13. ക്വസ്റ്റ്യൻ: നീതികേട് പ്രവർത്തിക്കയില്ല, ഭോഷ്കു പറയുകയുമില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകയില്ല. ആരെക്കുറിച്ചാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്?
ഉത്തരം ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെക്കുറിച്ച്. 3:13. ക്വസ്റ്റ്യൻ: ചതിവുള്ള നായ് അവരുടെ വായിൽ ഉണ്ടാകയില്ല എന്ന് പ്രവചിച്ചതാര്? ഉത്തരം സെഫന്യാവ്. 3:13. ക്വസ്റ്റ്യൻ: സിയോൻ പുത്രിയോട് എന്ത് ചെയ്യാനാണ് ആഹ്വാനം ചെയ്യുന്നത്? ഉത്തരം ഘോഷിച്ചാനന്ദിക്കാൻ. 3:14. ക്വസ്റ്റ്യൻ: സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, ഇസ്രായേലെ ആർപ്പിടുക എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്ക എന്ന് പറഞ്ഞിരിക്കുന്നത് ആരോട്? ഉത്തരം യെരുശലേം പുത്രിയോട്. 3:14. ക്വസ്റ്റ്യൻ: യെരുശലേമിൻ്റെ ന്യായവിധികളെ മാറ്റി ശത്രുവിനെ നീക്കിക്കളഞ്ഞതാര്? ഉത്തരം യഹോവ. 3:15. ക്വസ്റ്റ്യൻ: യെരുശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയുന്നതാരാണ്? ഉത്തരം ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ. 3:16. ക്വസ്റ്റ്യൻ: രക്ഷിക്കുന്ന വീരനായി യെരുശലേമിൻ്റെ മധ്യേ ഇരിക്കുന്നതാര്? ഉത്തരം ദൈവമായ യഹോവ. 3:17. ക്വസ്റ്റ്യൻ: നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. നിന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. വേദഭാഗം ഏത്? ഉത്തരം സെഫന്യാവ് 3:17. ക്വസ്റ്റ്യൻ: മുടന്തി നടക്കുന്നതിനെ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യുന്നവനാര്? ഉത്തരം ദൈവമായ യഹോവ. 3:19. ക്വസ്റ്റ്യൻ: യഹോവ തൻ്റെ ജനത്തെ ഭൂമിയിലൊക്കെയും എന്താക്കി തീർക്കും? ഉത്തരം ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും. 3:20. ക്വസ്റ്റ്യൻ: സെഫന്യാവ് എന്ന പേരിൻ്റെ അർത്ഥം? ഉത്തരം യഹോവയാൽ സംരക്ഷിക്കപ്പെട്ടവൻ. ക്വസ്റ്റ്യൻ: നിനവയുടെ നാശത്തെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ? ഉത്തരം 1 സെഫന്യാവ്, 2 യോന, 3 നഹൂം. ക്വസ്റ്റ്യൻ: സെഫന്യാവിൻ്റെ പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലെയും വാക്യങ്ങൾ? ഉത്തരം 1-ാം അധ്യായം 18 വാക്യങ്ങൾ, 2-ാം അധ്യായം 15 വാക്യങ്ങൾ, 3-ാം അധ്യായം 20 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സെഫന്യാവിൻ്റെ പുസ്തകത്തിലെ ചെറിയ അധ്യായമേത്, എത്ര വാക്യങ്ങൾ? വലിയ അധ്യായമേത്, എത്ര വാക്യങ്ങൾ? ഉത്തരം ചെറിയ അധ്യായം 2 15 വാക്യങ്ങൾ, വലിയ അധ്യായം 3 20 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.